ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന സ്വിറ്റ്സർലൻഡിലെ ലുസേണിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. മ്യൂണിക്കിൽ നിന്നും ഇന്നലെ രാവിലെ ലുസേണിലെത്തി അവിടുത്തെ സിറ്റിയിലെ കാഴ്ചകളെല്ലാം കണ്ടു. ഇന്ന് രാവിലെ മൗണ്ട് പിലാറ്റ്യൂസ് പോയി തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. ഈ കാഴ്ചകളും വിശേഷങ്ങളും കാണാത്തവർ ആദ്യ ഭാഗം കാണാൻ മറക്കില്ലല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങൾ പിലാത്തൂസ് മൗണ്ടനിൽ നിന്ന് തിരിച്ചു വന്ന് റൂമിൽ ജസ്റ്റ് ഒന്ന് കയറി ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും ലുസേൺ സിറ്റിയിലേക്ക് പോവുകയാണ്. കാരണം ലുസേൺ സിറ്റിയിൽ നമുക്കൊരു 5 o'clock ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിങ്ങിനൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പോവാണ്. അപ്പം ഇന്നലെ നമുക്ക് ടിക്കറ്റ് എടുക്കണമായിരുന്നു, കാരണം നമ്മൾ ടെൽ പാസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തേക്കും നാളത്തേക്കും കൂടെയാണ് നമ്മൾ ടെൽ പാസ് എടുത്തിട്ടുള്ളത്. അപ്പം ഇന്നിപ്പോൾ ടിക്കറ്റ് എടുക്കണ്ട, ഡയറക്റ്റ് നമുക്ക് ഏത് ട്രെയിനിന് വേണ്ടി ലുസേൺ സിറ്റിയിലേക്കുള്ള ഏത് ട്രെയിനിന് വേണമെങ്കിലും നമുക്ക് കയറാം. ഞങ്ങൾ ബസ്സൊക്കെ കയറി ബോട്ടിന്റെ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും ഞങ്ങൾ ഉദ്ദേശിച്ച 1.5 മണിക്കൂറുള്ള പനോരമ ക്രൂയിസിന്റെ ബോട്ട് ലേക്കിന്റെ മറുവശത്ത് നിന്ന് ഓൾറെഡി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് സെക്യൂരിറ്റി ഓഫീസേഴ്സിനോട് അന്വേഷിച്ചപ്പോൾ മുന്നിൽ കിടക്കുന്ന ബോട്ട് ഇപ്പോൾ തന്നെ പുറപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും നോക്കിയില്ല, ഞങ്ങൾ ആ ബോട്ടിൽ ചാടിക്കയറി. 2.5 മണിക്കൂർ നീളുന്ന ലുസേണിൽ നിന്നും ബെക്കൻട്രീറ്റിലേക്കും തിരിച്ചുമുള്ള ഒരു റൗണ്ട് ട്രിപ്പ് ക്രൂയിസ് ആണ് അതെന്ന് പോലും കയറിയതിനു ശേഷമാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ബോട്ട് എടുക്കാനുള്ള ടൈം ആയതുകൊണ്ട് തന്നെ ഓൾറെഡി അതിൽ ആളുകൾ കയറി സ്ഥാനം പിടിച്ചിരുന്നു. പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനായിട്ട് ബോട്ടിന്റെ ഫ്രണ്ട് ഡെക്കിലുള്ള ഒരു സീറ്റിൽ ഞങ്ങളും ഇരുന്നു. ലേക്ക് ലുസേണിന്റെ ഓളപ്പരപ്പിലൂടെ ചെറിയ പാഡിൽ ബോട്ടുകളിൽ സായാഹ്നം ചിലവഴിക്കുന്ന ടൂറിസ്റ്റുകളുടെ ചില ബോട്ടുകൾ ഞങ്ങളുടെ ബോട്ട് മുന്നോട്ടെടുക്കുന്നതിന് തടസ്സമായി നിന്നതിനാൽ മാറാൻ ആവശ്യപ്പെടുകയാണ് ബോട്ടിലെ ഗാർഡ്. എന്നാൽ ഗാർഡ് കൈവീശുന്നതാണെന്ന് കരുതി തിരിച്ചും കൈവീശിയ പാഡിൽ ബോട്ടിലെ സഞ്ചാരികളുടെ ചെയ്തികൾ ഞങ്ങളുടെ ബോട്ടിൽ ചിരി പടർത്തി. ഇത്തരം ചെറുബോട്ടുകളെയെല്ലാം വകഞ്ഞു മാറ്റി ശാന്തമായി ഒഴുകുന്ന ലുസേൺ തടാകത്തിലൂടെ ഞങ്ങളുടെ ബോട്ട് നീങ്ങിത്തുടങ്ങി. സ്വിറ്റ്സർലാൻഡിലെ 4ാമത്തെ വലിയ ലേക്കാണ് ലേക്ക് ലുസേൺ. ഉറി, ഷ്വൈറ്റ്സ്, ഉണ്ടാവാൾഡൻ, ലുസേൺ എന്നിങ്ങനെ 4 കാന്റോണുകൾ അഥവാ പ്രൊവിൻസിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതിനാൽ 4 വനവാസ മേഖലകളുടെ തടാകം എന്ന അർത്ഥം വരുന്ന ഫിയർ വാൾ സ്റ്റേറ്റസ് സേ എന്നാണ് ജർമ്മനിൽ ഈ തടാകം അറിയപ്പെടുന്നത്. ഇന്ന് മറ്റു പരിപാടികളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഈ ബോട്ട് ക്രൂയിസ് ആവോളം ആസ്വദിക്കാനുള്ള സമയം ഞങ്ങൾക്കുണ്ട്. വെക്കേഷനുകൾ റിലാക്സ് ചെയ്യാനുള്ള സമയമാണെന്ന കാഴ്ചപ്പാടുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ കൃത്യമായ സ്കെഡ്യൂളുകളൊന്നും ഇത്തരം യാത്രകളിൽ ഫോളോ ചെയ്യാറില്ല. ട്രിപ്പുകളുടെയൊക്കെ ഒരു റഫ് സ്കെഡ്യൂൾ പ്ലാൻ ചെയ്യാറ് അഖിലാണ്. പോകാമെന്ന് പറയുമ്പോൾ ബാഗും എടുത്ത് കൂടെ കൂടാറാണ് എൻ്റെ പതിവ്. ബോട്ട് ഇടയ്ക്ക് ഓരോ സ്റ്റോപ്പിൽ നിർത്തുമ്പോഴും ആളുകൾ ഇറങ്ങുകയും കയറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തടാകത്തിന്റെ കരയിൽ ചെറിയൊരു പാർക്ക് കാണാം. പാർക്കിൽ അങ്ങിങ്ങായി പുൽത്തകിടിയിൽ സായാഹ്നം ആസ്വദിക്കാൻ വരുന്നവർ, അവരിൽ കുട്ടികളും മുതിർന്നവരുമൊക്കെയുണ്ട്. തടാകത്തിലൂടെ ഒഴുകുന്ന ചെറിയ സെയിലിംഗ് ബോട്ടുകൾ, ഇവയൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് ബോട്ടിലെ യാത്രികർ. മുകളിലത്തെ നിലയിൽ 4 വലിയ നായ്ക്കുട്ടികളുമായി ഒരു കപ്പിളുണ്ടായിരുന്നു. ഇവിടെ മിക്കവാറും സ്ഥലങ്ങളിലും വളരെ പെറ്റ് ഫ്രണ്ട്ലി ആണ്. തടാകത്തിന്റെ കരയിലെ ഓരോ ചെറു ഗ്രാമങ്ങളും കടന്ന് ബോട്ട് മുന്നോട്ട് നീങ്ങി. നേരം വൈകുന്തോറും തണുപ്പ് കൂടിക്കൂടി വന്നു. ചെറിയൊരു കാറ്റും കൂടി ആയപ്പോൾ പലരും ജാക്കറ്റുകളൊക്കെ അണിഞ്ഞ് ബോട്ടിനുള്ളിലേക്ക് കയറി തുടങ്ങി. ഈ ബോട്ട് ക്രൂയിസും ടെൽ പാസിൽ ഇൻക്ലൂഡഡ് ആണ്. പാസ് എടുത്തിട്ടില്ല എങ്കിൽ ഒരു സ്റ്റോപ്പിൽ നിന്ന് മറ്റൊരു സ്റ്റോപ്പിലേക്കുള്ള ടിക്കറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ഡേ ടിക്കറ്റ് എടുക്കുകയോ ചെയ്യാം. വിന്ററിൽ 53 ഫ്രാങ്കും സമ്മറിൽ 86 ഫ്രാങ്കും ആണ് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റിന്റെ വില വരുന്നത്. ദൂരെ പുൽമേടുകളിൽ ചെറിയ ഗ്രാമങ്ങൾ കാണാം. എന്നാൽ കരയോട് ചേർന്ന് കൂടുതലും വലിയ റിസോർട്ടുകളും റെസ്റ്റോറന്റുകളുമാണ് കാണാനുള്ളത്. ലേക്കിന് ചുറ്റും റോഡ് മാർഗത്തിലൂടെയും ട്രെയിനിലൂടെയും സഞ്ചരിക്കുവാൻ സാധിക്കും. ബോട്ടിൽ നിന്ന് നോക്കുമ്പോൾ പിലാത്തിയൂസ്, റിഗി തുടങ്ങിയ മലനിരകൾ തടാകത്തിന്റെ തീരത്ത് ഉയർന്നു നിൽക്കുന്നത് കാണാം. സ്വിസ് കോൺഫെഡറേഷന്റെ രൂപവൽക്കരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു കേന്ദ്ര സ്ഥാനമായിരുന്നു ഈ തടാകം. പല പ്രമുഖ പാതകൾ ഇതിന്റെ തീരങ്ങളിൽ കൂടി വന്നിരുന്നതിനാൽ വാണിജ്യവും യാത്രാമാർഗങ്ങളും വികസിപ്പിക്കുവാൻ ഇത് വളരെയധികം സഹായിച്ചു. ഈ തടാകത്തിൽ കാനോയിങ് ചെയ്യുന്നവരുമുണ്ട്. ഞങ്ങളുടെ ബോട്ടിന്റെ ഓളങ്ങളിൽപ്പെട്ട് കാനോയിങ് ചെയ്യുന്നയാൾ നന്നേ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു.
തടാകത്തിന്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൂരെ നീളമുള്ള ഒരു പാലം കാണാം. കുറച്ചുകൂടി അടുത്തേക്ക് വന്നപ്പോഴാണ് അതൊരു റോഡ് വേ ആണെന്ന് മനസ്സിലാക്കിയത്. മൗണ്ടനുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനും അങ്ങനെ അമിതമായ കയറ്റങ്ങളും ഇറക്കങ്ങളും ഒഴിവാക്കുവാനുമാണ് ഇങ്ങനെയുള്ള പാലങ്ങൾ നിർമ്മിക്കുന്നത്. ആ പ്രദേശത്തെ ദൃശ്യഭംഗിക്ക് ഒരു രീതിയിലും ബാധിക്കാത്ത വണ്ണമാണ് ഈ റോഡ് വേ അതിലൂടെ പണിതിരിക്കുന്നത്. ഏതെങ്കിലും വാട്ടർ ബോഡിക്ക് കുറുകെയുള്ള പാലങ്ങളെ ബ്രിഡ്ജ് എന്നും മൗണ്ടനുകളെ ബന്ധിപ്പിക്കുന്ന വാലികൾക്ക് മേലെയുള്ള പാത്തുകളെ വയാഡക്റ്റുകളും എന്നാണ് പറയുന്നത്. യൂറോപ്പിലെ മിക്ക സ്ഥലങ്ങളിലൂടെ പോകുമ്പോഴും ഇതുപോലെയുള്ള നിർമ്മിതികൾ കാണുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഈ പ്രദേശത്തിന്റെ ദൃശ്യഭംഗിക്ക് കോട്ടം തട്ടാതെ എന്നാൽ അത് എൻഹാൻസ് ചെയ്യുന്ന വണ്ണം എത്ര മനോഹരമായിട്ടാണ് ഇവയൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന്. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതുപോലെയുള്ള ഡിസൈൻ കാര്യങ്ങളിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടോ എന്ന് സംശയമുണ്ട്. ബോട്ടിന്റെ അവസാന സ്റ്റോപ്പും കഴിഞ്ഞു. ഇനി ലുസേണിലേക്കുള്ള മടക്കയാത്രയാണ്. 2.5 മണിക്കൂറായിരുന്നു ഈ ബോട്ട് ട്രിപ്പിന്റെ ദൈർഘ്യം. എന്നാൽ 2.5 മണിക്കൂറും നമ്മളെ പിടിച്ചിരുത്തുന്ന അനേകം കാഴ്ചകളുള്ള മനോഹരമായ ഒരു ദൃശ്യാനുഭവമായിരുന്നു ഈ ബോട്ട് യാത്ര. ഹലോ, അപ്പം ഞങ്ങൾ തിരിച്ച് ലുസേണിൽ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിൻ്റെ അവിടേക്ക് ബസ്സിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു 7:30 ആയി, കുറച്ച് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നത്തെ പരിപാടികൾ നമ്മളിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇനിയിപ്പോൾ അതൊക്കെ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുക, റൂമിൽ പോയി റെസ്റ്റ് എടുക്കുക, എല്ലാം പാക്ക് ചെയ്ത് വെക്കണം. നാളെ രാവിലെ ചെക്കൗട്ട് ചെയ്യണം. നാളെ ഒരു ദിവസം കൂടി ഉണ്ട് ലുസേണിൽ. അപ്പം ഇന്ന് നമ്മൾ രാവിലെ ടിറ്റ്ലിസ് പോയെങ്കിൽ നമുക്ക് കയറാൻ പറ്റിയില്ല, സ്റ്റോപ്പ് കാരണം. ഇന്നിപ്പോൾ അവരുടെ സൈറ്റിൽ എഴുതിയിരിക്കുന്നത് നാളെ അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ്. അപ്പം നമുക്ക് നോക്കണം, നാളെ രാവിലെ സൈറ്റിൽ എണീറ്റ് അത് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൗണ്ട് ടിറ്റ്ലിസ് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ മൗണ്ട് റിഗി പോയാലോ എന്നും ആലോചിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇതിൽ തന്നെ ബോട്ടിൽ തന്നെ ക്രൂസിൽ തന്നെ കയറി നമ്മൾ ഇടയ്ക്കത്തെ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി അവിടുന്ന് കോക്ക് വീൽ, അതൊരു റെയിലാണ് മുകളിലേക്ക്, മൗണ്ടൻ റെയിൽവേ, അതിൽ കയറി മുകളിലെത്തി കേബിൾ കാർ വഴി റിഗിയിലെത്തി തിരിച്ചും ഇത് തന്നെ കോക്ക് വീൽ റെയിലിൽ തന്നെ താഴോട്ട് വരിക, വീണ്ടും ക്രൂയിസിൽ തിരിച്ച് ലുസേണെത്തും. ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഏതാണ് നല്ലത്? ഞങ്ങൾക്ക് ടിറ്റ്ലിസ് കയറണമെന്നാണ് കൂടുതൽ ആഗ്രഹം. ടെൽ പാസ് ഉള്ളതുകൊണ്ട് അത് ഫ്രീ ആണ് തന്നെ. അപ്പം നാളെ എങ്ങനെയാണ് വെതർ എന്നുള്ളത് നോക്കിയിട്ട്, സ്റ്റോമില്ല അത് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ മൗണ്ട് ടിറ്റ്ലിസ് തന്നെ പോകും. അല്ലാന്നുകൊണ്ട് അതിൻ്റെ മിഡിൽ സ്റ്റേഷൻ വരെ ഉള്ളത് ഇന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അതാണെന്നുണ്ടെങ്കിൽ അതും ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നാളെ രാവിലെ നമുക്ക് നോക്കാം ഏതാ പറ്റുന്നതെന്നുള്ളത്. തിരിച്ചെത്തിയപ്പോഴേക്ക് നന്നായിട്ട് മടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഏത് സിനിമ കാണണം, അതോ ഏതെങ്കിലും യൂട്യൂബ് ചാനലൊക്കെ കണ്ടിരിക്കണോ എന്ന കൂലങ്കർഷമായ ചർച്ചയ്ക്കൊടുവിൽ കുറച്ച് വീഡിയോകളൊക്കെ കണ്ട് ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് ഞങ്ങളുടെ ഹോട്ടലിന്റെ താഴെയുള്ള റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. പോകുന്ന വഴിക്ക് കണ്ട ഈ ഓണസ്റ്റി ബാർ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു. പേര് പോലെ ഓണസ്റ്റിയുടെയും ട്രസ്റ്റിന്റെയും ബേസിസിലാണ് ഈ ബാർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ കുറേ ഡ്രിങ്കുകളും സ്നാക്കുകളും ഒക്കെയുണ്ട്. അതെല്ലാം നമുക്ക് ആവശ്യാനുസൃതം എടുക്കാം. അതൊന്നും ചെക്ക് ചെയ്യുവാൻ ഇവിടെ ആരുമില്ല. എടുത്ത സാധനങ്ങളുടെ വില അവിടെയുള്ള ബോക്സിലിടുകയോ അല്ലെങ്കിൽ ചെക്കൗട്ട് ചെയ്യുമ്പോൾ കൊടുക്കുകയോ ചെയ്യാം. ഹോട്ടൽ സ്റ്റേയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് അവിടുത്തെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പൊതുവെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരാണ് ഇവിടുത്തുകാർ. നാട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലെ വിഭവസമൃദ്ധമായതൊന്നുമല്ല. ഒരു ടിപ്പിക്കൽ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ്. പലവിധം ചീസുകൾ, സലാമികൾ, കുക്കുംബർ, പപ്രിക്ക പോലുള്ള കുറേ വെജീസ്, വിവിധ ഇനം ബ്രെഡുകൾ, ഇവയൊക്കെയാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു സൈഡിൽ പലതരം ജാമുകളും ഫ്രൂട്ടുകളും ഒക്കെ വച്ചിരിക്കുന്നു. മറ്റൊരിടത്ത് പലതരം മുസ്ലി, കോൺഫ്ലേക്സ് പോലെയുള്ള സെറിയൽസും പാലും വെച്ചിരിക്കുന്നു. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇവിടുന്ന് എഗ്ഗ് എടുത്ത് ബോയിൽ ചെയ്തെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വേവിൽ എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കാനുള്ള ബോയിലറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുവാണ്. എല്ലാം എടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ബാക്കി കുറേ ലഗേജ് ഒക്കെ ഓൾറെഡി കാറിൽ കൊണ്ട് വെച്ചു. മിച്ചമുള്ള 2 ബാഗുകളേ ഉള്ളൂ.
നമുക്ക് ഇറങ്ങിയിട്ട് നോക്കാം എങ്ങോട്ടാ പോകുന്നതെന്ന്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോകണം എന്നൊക്കെ ഉള്ളൊരു ചെറിയ കൺഫ്യൂഷനിലാണ്. നമുക്ക് കാറിലെത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഹലോ ഓൾ, ഇന്നിപ്പം ഞങ്ങള് വീണ്ടും ഒന്ന് മൗണ്ട് ഇറ്റ്ലിസ് വരെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങള് സൈറ്റിൽ നോക്കി കഴിഞ്ഞപ്പോൾ ഇന്ന് ഓപ്പൺ ആണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ഓൾറെഡി ബോട്ട് ക്രൂസിംഗ് ഒക്കെ എടുത്തതായതുകൊണ്ട് വീണ്ടും ബോട്ട് ക്രൂസ് പോകാനായിട്ട് ഒരു മടി കാരണം ഞങ്ങള് മൗണ്ട് ഇറ്റ്ലിസ് തന്നെ അത് തന്നെ പോകണമെന്നായിരുന്നു ഞങ്ങൾക്ക് ആദ്യം തന്നെ ആഗ്രഹം. അപ്പൊ ഇന്ന് നമ്മൾ അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ടെൽപാസ് ഉള്ളതുകൊണ്ട് നമ്മൾ വേറെ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. ഇന്നലെ സഞ്ചരിച്ച അതേ വഴികളിലൂടെ ഞങ്ങൾ വീണ്ടും ടിറ്റ്ലിസ് മൗണ്ടനിലേക്ക് പോവുകയാണ്. ഇന്ന് ഇന്നലത്തേതിനേക്കാൾ മെച്ചപ്പെട്ട വെതറാണെന്ന് തോന്നുന്നു. സ്വിറ്റ്സർലൻഡിലെ റോഡുകളും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകളുമൊക്കെ വളരെ നന്നായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. 2019 ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് റിപ്പോർട്ട് പ്രകാരം യൂറോപ്പിലെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള റോഡ് നെതർലൻഡ്സിലെയാണ്. എന്നാൽ രണ്ടാം സ്ഥാനം സ്വിറ്റ്സർലൻഡിലെ റോഡുകൾക്കാണ്. സൂര്യപ്രകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന മഞ്ഞു പുതഞ്ഞ മൗണ്ട് ഇറ്റ്ലിസ് ദൂരെ കാണാം. വിജനമായ റോഡിലൂടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ലുസേണിലെ ഞങ്ങളുടെ അവസാന ദിവസമാണിന്ന്. ഇന്നത്തെ നമ്മുടെ സ്കെഡ്യൂളിൽ മൗണ്ട് ഇറ്റ്ലിസ് മാത്രമേയുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓസ്ട്രിയയിലെ ബ്രഗൻസിലാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്റ്റേ. ഇന്നലെ വന്ന കാർ പാർക്കിംഗ് സ്ഥലത്ത് ഞങ്ങൾ ഇന്നും എത്തിയിട്ടുണ്ട്. കേബിൾ കാർ ഓപ്പറേറ്റ് ചെയ്യുന്നത് കാണാനുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു സമാധാനം. സ്കീയിങ് ചെയ്യാനൊക്കെ ഒരുപാട് പേർ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. കേബിൾ കാറിൽ കയറാനുള്ള ക്യൂവിൽ ഞങ്ങളും നിലയുറപ്പിച്ചു. കേബിൾ കാറിന്റെ വെളിയിൽ സ്കീയിങ്ങിനൊക്കെയുള്ള ബോർഡുകൾ വെക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു ഗോണ്ടോള കേബിൾ കാറിൽ ഞങ്ങൾ മാത്രമുള്ള ഒരു വലിയ കേബിൾ കാറിനകത്ത് ഞങ്ങൾക്ക് ആസ്വദിച്ച് വീഡിയോ എടുക്കാൻ മാത്രമുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഏതായാലും കാഴ്ചകളിലേക്ക് പോവാം. ഓരോ കേബിൾ കാറിന്റെ വെളിയിലും ഓരോ രാജ്യത്തിന്റെ ഫ്ലാഗുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും അഖിലും ആർക്കാണ് കൂടുതൽ രാജ്യങ്ങളുടെ ഫ്ലാഗുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്ന മത്സരത്തിലായിരുന്നു. ഇതിനകത്ത് നല്ല കാറ്റ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കാറ്റിന്റെ ഒച്ചയൊക്കെ നന്നായിട്ട് ഈ കേബിൾ കാറിന്റെ ഈ ക്യാബിൻ കിടന്ന് ആടുന്നുണ്ട്. എനിക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ട്. ഏതായാലും അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥിതിക്ക് വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവരിലുള്ള വിശ്വാസത്തിൽ ഞാൻ ഇരിക്കുകയാണ്. പണ്ട് കാലത്ത് വെൻഡൻ സ്റ്റോക്ക് അഥവാ നോളൻ എന്നൊക്കെയാണ് മൗണ്ട് ഇറ്റ്ലിസ് അറിയപ്പെട്ടിരുന്നത്. 15-ാം നൂറ്റാണ്ടിൽ നിന്നുമുള്ള ഒരു ഡോക്യുമെന്റിൽ ടിറ്റ്ലിസിനെ ടുട്ടൽസ്ബെർഗ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിൽക്കാലത്ത് അത് ടിറ്റ്ലിസ് ബെർഗ് എന്നും ടിറ്റ്ലിസ് എന്നുമൊക്കെയായി രൂപാന്തരപ്പെട്ടു. മഞ്ഞുമൂടിയ മലനിരകൾ താണ്ടി ഞങ്ങളുടെ കേബിൾ കാർ മിഡിൽ സ്റ്റേഷനിലേക്ക് അടുക്കുകയാണ്. ദൂരെ കാണുന്ന മലനിരകളുടെ അതേ ലെവലിൽ ഞങ്ങളും എത്തിക്കഴിഞ്ഞു. ഒട്ടനവധി വിന്റർ സ്പോട്ടുകളാണ് ട്രൂപ്സെ എന്ന ഈ മിഡിൽ സ്റ്റേഷനിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. സ്കീയിങ്, സ്നോ മൊബൈൽ, സ്നോ സ്ലൈഡിംഗ്, സ്നോ ട്യൂബിംഗ്, അങ്ങനെ പലതും. ഇവിടെയൊക്കെ സ്കീയിങ് ചെയ്യാൻ അത്യാവശ്യം സ്കിൽ സെറ്റ് ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗ്ലേഷ്യറിന്റെ മേളിലൂടെയുള്ള ഒരു ഓപ്പൺ ചെയർലിഫ്റ്റുമുണ്ട്. കൂറ്റൻ മഞ്ഞുമലകളുടെ മേളിലൂടെ തുറന്ന ചെയർലിഫ്റ്റിൽ ഒരു യാത്ര. ഐസ് ഫ്ലയർ എന്നാണ് അതിന്റെ പേര്. അവിസ്മരണീയമായ ഒന്നായിരിക്കും ആ യാത്ര. പക്ഷെ ഇന്നത്തെ കാറ്റിന്റെ അവസ്ഥ കണ്ടിട്ട് അത്ര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ധൈര്യമൊന്നും എനിക്കുണ്ടായില്ല. ടിറ്റ്ലിസിന്റെ മുകളിൽ നല്ല അടിപൊളി കാറ്റായിരുന്നു. തെർമൽസും പുള്ളോവറും ജാക്കറ്റും എല്ലാം ഇട്ടിട്ടും എനിക്ക് തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് സാരിയൊക്കെ എടുത്ത് ഫോട്ടോസ് എടുക്കുന്നതിനായി ഒരാൾ ആ കൊടും തണുപ്പിൽ നടക്കുന്നത് ഞാൻ കണ്ടത്. ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇതിന്റെ മുകളിൽ ശരിക്കും ഒരു ക്ലിഫ് വാക്ക് ഒക്കെ ഉള്ളതാണ്. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ സസ്പെൻഷൻ ബ്രിഡ്ജ് ഇവിടെയാണുള്ളത്. എന്നാൽ ഇന്നത്തെ കൊടും മഞ്ഞും കാറ്റും കാരണം ഇന്ന് ക്ലിഫ് വാക്ക് സാധ്യമല്ല. ഒട്ടനവധി ബോളിവുഡ് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുണ്ട് മൗണ്ട് ഇറ്റ്ലിസ്. അതിൽ പ്രധാനമാണ് 1995 ഷാരൂഖ് ഖാന്റെയും കാജലിന്റെയും ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ. നമ്മുടെ കൗമാരങ്ങളെ കളർഫുൾ ആക്കിയ പലരുടെയും ഡ്രീം ലൊക്കേഷനായി സ്വിറ്റ്സർലൻഡ് മാറാനുമുള്ള ഒരു പ്രധാന കാരണവും ഈ ബോളിവുഡ് സിനിമകളൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഈ ഗ്ലേഷ്യർ കേവ്.
സർഫസിൽ നിന്നും 10 മീറ്റർ താഴ്ചയിലുള്ള 150 മീറ്റർ നീളമുള്ള ഈ പാതയിലൂടെ നടക്കുമ്പോഴുള്ള ആ ഫീൽ പറഞ്ഞറിയിക്കാനാവില്ല. ഈ ഒരു അനുഭവത്തിന് മാറ്റ് കൂട്ടത്തക്കവണ്ണം ഒരു ഡിം ടർക്കോയിസ് ബ്ലൂ ലൈറ്റാണ് ഈ ഐസ് ഗുഹയ്ക്കുള്ളിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ലൈറ്റിന്റെ റിഫ്രാക്ഷൻ കാരണമാണ് ഗുഹയ്ക്കുള്ളിൽ ഈ ഒരു നിറം കാണപ്പെടുന്നത്. ഐസിൽ കാർവ് ചെയ്ത് നിർമ്മിച്ച പലതരം സ്കൾപ്ചേഴ്സ് ഈ ഗുഹയ്ക്കുള്ളിലുണ്ട്. ഞാനൊരല്പം ക്ലോസ്ട്രോഫോബിക് ആയതുകൊണ്ട് എനിക്ക് ഇതിലൂടെയുള്ള ഇടുങ്ങിയ വഴിയിലൂടെയുള്ള യാത്ര ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു. ഈ കൊടുങ്കാറ്റത്ത് വീഡിയോ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫോൺ പറന്നു പോകുമോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. കാറ്റത്ത് പറന്നു വന്ന മഞ്ഞ് തരികൾ നമ്മുടെ മുഖത്തടിക്കുമ്പോൾ ആരോ മുഖത്ത് മഞ്ഞ് വാരി എറിഞ്ഞ വേദനയാണ് തോന്നിയത്. യാത്രികരുടെയും സാഹസികരുടെയും ഇഷ്ടപ്പെട്ട വിനോദമാണ് യൂറോപ്പിലെ ആദ്യത്തെ റൊട്ടേറ്റിംഗ് കേബിൾ കാറായ ഈ ടിറ്റ്ലിസ് റോട്ടയർ. ഈ മനോഹരമായ കാഴ്ചകളൊക്കെ ഒരിക്കൽ കൂടി മനസ്സിൽ ഒപ്പിയെടുത്ത് ഞങ്ങൾ ഇനി പതുക്കെ താഴേക്ക് ഇറങ്ങുകയാണ്. ടിറ്റ്ലിസിന്റെ മുകളിൽ കയറാനായിട്ട് ഒരുപാട് ഇന്ത്യൻസും ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ടൂറിസ്റ്റുകളായി വന്നവരും യൂറോപ്പിൽ ജോലി ചെയ്യുന്ന ഞങ്ങളെപ്പോലെയുള്ള ടൂറിസ്റ്റുകളുമൊക്കെ. മലയാളവും തമിഴും ഹിന്ദിയും ഒക്കെ പെട്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇന്ത്യയിൽ എത്തിപ്പെട്ടതുപോലെ തോന്നി. കാറ്റിന്റെ ആധിക്യം മൂലമാണെന്ന് തോന്നുന്നു തിരിച്ചിറങ്ങാൻ മറ്റൊരു വലിയ കേബിൾ കാറായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അവലാഞ്ചെ വാർണിംഗ് പോലും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മിഡിൽ സ്റ്റേഷനിൽ വന്നിറങ്ങി. അവിടെ നിന്ന് മറ്റൊരു കേബിൾ കാറിൽ ബേസ് സ്റ്റേഷനിലേക്ക് യാത്രയായി. അപ്പം ഞങ്ങൾ ടിറ്റ്ലിസിൽ നിന്നൊക്കെ പോയിട്ട് ഇറങ്ങി. നല്ല കാറ്റായിരുന്നു. ശരിക്കും പേടിച്ചാണ് അങ്ങ് മേലെ വരെ പോയത്. ഭയങ്കര കാറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞിങ്ങനെ പറന്നിട്ട് നമുക്കൊന്നും കാണാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പം അത് കഴിഞ്ഞിട്ട് ടിറ്റ്ലിസൊക്കെ പോയി ഇറങ്ങി. ഇനിയിപ്പോൾ അതൊക്കെ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത് ബ്രഗൻസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് പോകണം. ഒരു 4 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യും. ജസ്റ്റ് 2.5 hours ആണ് ഇവിടെ നിന്നുള്ളത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ. ഹലോ, നമ്മുടെ ട്രിപ്പ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്, അടുത്തോണ്ടിരിക്കുകയാണ്. നല്ല വിഷമമുണ്ട് തിരിച്ചു ചെന്ന് വർക്ക് ചെയ്യുന്ന കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ. പക്ഷേ പോയല്ലേ പറ്റൂ. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രഗൻസ് ഓസ്ട്രേലിയയിലാണ് നമ്മുടെ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്കൊരു ഇപ്പം കാണിച്ചിരിക്കുന്നത് ഒരു മൊത്തം 147 കിലോമീറ്റർ അടുത്താണുള്ളത്. ഒരു 4:30 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളവിടെ റീച്ച് ആകുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഓൺ ദ വേയിൽ എന്തെങ്കിലും അട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ ഇറങ്ങാം, അല്ലാന്നുണ്ടെങ്കിൽ നേരെ ഹോട്ടലിലേക്ക് പോകാം എന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ. പിന്നെ ടെൽപാസ് എടുത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരം ഉണ്ടായി. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇരുന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പം, അതായത് ഞങ്ങളിപ്പം ടെൽപാസ് എടുത്തത് വിന്ററിന്റെ അവസാനമാണ്, അതായത് ലാസ്റ്റ് ഡേ ഓഫ് വിന്റർ റേറ്റ് ആണ്. വിന്ററിലും സമ്മറിലും 2 റേറ്റ് ആണ് ടെൽപാസിന്. വിന്ററിലാണെന്നുണ്ടെങ്കിൽ 120 ഫ്രാങ്കും സമ്മറിലാണെങ്കിൽ 190 ഫ്രാങ്കും ആണ്. അപ്പം മാർച്ച് 31 വരെയാണ് ശരിക്കും വിന്ററിന്റെ റേറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ കറക്റ്റ് മാർച്ച് 31 ആണ് എടുത്തത് ടെൽപാസ്. അപ്പം ഞങ്ങൾക്ക് മാക്സിമം അത് വെച്ച് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. അതായത് നമ്മൾ ടെൽപാസ് എടുക്കാതെ ടിറ്റ്ലിസ് കയറുകയാണെന്നുണ്ടെങ്കിൽ അത് 96 ഫ്രാങ്ക് ആണ് ആവുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് 120 ഫ്രാങ്കിന് നമുക്ക് ടിറ്റ്ലിസ് പോയി മൗണ്ട് പിലാത്തോസിനും അറൗണ്ട് 60 സംതിങ് ഫ്രാങ്ക് ആണ് ആവുന്നത്. പിന്നെ ബോട്ട് ക്രൂയിസ് ചെയ്തു, അതും ഫ്രീ ആയിരുന്നു ടെൽപാസിൽ. അതിനും ഓൾമോസ്റ്റ് ഒരു 40 സംതിങ് ആണ് ആവുക. പിന്നെ ബസ്സിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹോട്ടലിൽ നിന്ന് പാർക്കിംഗ് അവോയ്ഡ് ചെയ്യാനായിട്ടും പിന്നെ സിറ്റി സെൻറ്ററിൽ കൂടെ രാത്രിയിലൊന്നും ഡ്രൈവ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ബസ്സിനൊക്കെയാണ് ഹോട്ടലിൽ നിന്ന് പോയി വന്നത്. അപ്പം അതും എല്ലാം നമുക്ക് ഫ്രീ ആയിരുന്നു. അപ്പം അതുകൊണ്ട് ടെൽപാസ് ഞങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു. ടിറ്റ്ലിസ് ആണെങ്കിലും ഒരു മസ്റ്റ് സീ അട്രാക്ഷൻ ആണെന്ന് ഞാൻ പറയും. ഭയങ്കര ഭംഗിയാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ആക്ച്വലി യുങ്ഫ്രൗയോ പോയായിരുന്നു. അത് ശരിക്കും ടോപ്പ് ഓഫ് യൂറോപ്പ് ആണ്. അങ്ങനെ പോകേണ്ടവർക്ക്, അത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പോകേണ്ടവർക്ക് പോകാം. അതല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു മൗണ്ടൻ വ്യൂവും ഗ്ലേഷ്യറും ഒക്കെ എൻജോയ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ റേറ്റിൽ ടിറ്റ്ലിസിലാണെന്നുണ്ടെങ്കിൽ വളരെ റേറ്റ് കുറവാണ്. യുങ്ഫ്രൗയോഹിൽ ഞങ്ങൾ ലാസ്റ്റ് ടൈം പോയപ്പം എത്രയായിരുന്നു റേറ്റ് എന്ന് ഓർക്കുന്നുണ്ടോ ഒരാൾക്കോ?
അത് ഞങ്ങൾ മോർണിംഗ് പാസ് എന്ന് പറഞ്ഞിട്ട്, മോർണിംഗ് ടിക്കറ്റ് എന്നങ്ങാണ്ട് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ പാസ് ഉണ്ടായിരുന്നു. അപ്പം 90 സംതിങ് ഫ്രാങ്ക് ആണ് അന്ന് ആയത്. അത് റെഡ്യൂസ്ഡ് റേറ്റ് ആണ്. അപ്പം എങ്കിലും അവിടെയും മുകളിലൊരു ഗ്ലേഷ്യർ കേവും ഒക്കെ ഉണ്ട്. കുറച്ചുകൂടെ ഇവിടത്തെക്കാളും കുറച്ചുകൂടെ എലാബറേറ്റഡ് ആണ് അവിടുത്തെ ഗ്ലേഷ്യർ കേവ്. പക്ഷെ ഇവിടെയും അത് ഗ്ലേഷ്യർ കേവ് ഉണ്ട്. പിന്നെ ആക്ച്വലി ഒരു ക്ലിഫ് വാക്ക് ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് പോകാനായിട്ട് പറ്റിയില്ല. ഓൾറെഡി സ്റ്റോം കാരണമൊക്കെ പല ആക്ടിവിറ്റീസും അടച്ചേക്കുമായിരുന്നു ഇന്ന്. അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും ബാക്കി കാഴ്ചകളിൽ കാണാം. ബ്രഗൻസിലേക്കുള്ള യാത്രയ്ക്കിടെ നല്ല മനോഹരമായൊരു ലേക്ക് റോഡിന്റെ സൈഡിൽ കാണാം. സൂര്യപ്രകാശത്തിൽ നല്ല നീല കളറിൽ തിളങ്ങി നിൽക്കുന്ന ലേക്ക് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ ജസ്റ്റ് ചെറുതായിട്ടൊരു ബ്രേക്ക് എടുത്തതാണ്. കാരണം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വിസ് ലാൻഡ്സ്കേപ്പിൽ കൂടെയാണ് ഡ്രൈവ് ചെയ്ത് വന്നത്. അപ്പോൾ എവിടെയെങ്കിലും നന്നായിട്ടൊന്ന് ബ്രേക്ക് എടുത്ത് ജസ്റ്റ് ഒരു ഇച്ചിരി 2 വീഡിയോ, നല്ല സ്ഥലം എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാമല്ലോ എന്ന് ഓർത്തോണ്ടാണ് നിർത്തിയത്. ഇതിൻ്റെ ഓട്ടോബാൻ്റെ സൈഡിലുള്ള ഒരു റെസ്റ്റേഷനാണ്. നമുക്ക് ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ട്, അതിലൂടെ കയറി അപ്പുറത്തെ സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ ഏതോ ഒരു ലേക്ക് ഉണ്ട്. നമുക്ക് ലേക്കിന്റെ വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓവർ ബ്രിഡ്ജിലൂടെ നടക്കുമ്പോൾ താഴെ ചീറിപ്പായുന്ന വണ്ടികൾ കാണാം. റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു മെക്ഡിയും ഉണ്ട്. ഇവിടുത്തെ ഹൈവേയുടെ സൈഡിലൂടെ ഇതുപോലെ റെസ്റ്റ് സ്റ്റേഷനുകൾ ഇടയ്ക്കിടെ കാണാം. ഇങ്ങനെയുള്ള റെസ്റ്റ് സ്റ്റേഷനുകളിലല്ലാതെ എമർജൻസി ഒന്നുമില്ലെങ്കിൽ ഹൈവേയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വാഹനങ്ങൾ നിർത്താനൊന്നും പാടില്ല ഇവിടെ. ഇതുപോലെയുള്ള റോഡ് ട്രിപ്പുകൾക്കിടയിൽ ഒന്ന് റെസ്റ്റ് എടുത്ത് കോഫിയൊക്കെ കുടിച്ച് ഒന്ന് റിഫ്രഷ് ആകാനുള്ള സൗകര്യം മിക്കവാറും റെസ്റ്റ് സ്റ്റേഷനുകളിലുമുണ്ട്. നയനമനോഹരമായ പാതകൾ പിന്നിട്ട് ഞങ്ങൾ ഓസ്ട്രിയ ബോർഡറിലെത്തി. ഇവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ സ്റ്റേയും. 2.5 മണിക്കൂർ ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റൂമിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് ഇന്നത്തേക്കുള്ള ഞങ്ങളുടെ റൂം. ഞങ്ങളുടെ റൂമിലെത്തി ജസ്റ്റ് ഫ്രഷ് ആയിട്ട് ഇനി പുറത്തൊരു ലേക്കൊക്കെ ഉണ്ടെന്ന് പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ സ്വിറ്റ്സർലൻഡ് ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഓൾറെഡി ഓസ്ട്രേലിയയിലെ ബ്രഗൻസിനടുത്തുള്ള ഒരു വില്ലേജിലാണ് ഉള്ളത്. ഇന്നലെ നമ്മൾ റൂമിൽ വന്നു കഴിഞ്ഞിട്ട് മടുത്തില്ലെങ്കിൽ ലേക്കിൽ പോകാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ വന്ന ഉടനെ തന്നെ ഫ്ലാറ്റ് ആയതുകൊണ്ട് അതൊന്നും ഉണ്ടായില്ല. ആക്ച്വലി ഈ റൂമിന് നല്ലൊരു ബാൽക്കണിയും ഒക്കെ ഉണ്ട്, പുറത്തേക്ക് നല്ല വ്യൂ ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്കത് അധികം എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഓൾറെഡി നന്നായി മടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമ്മൾ തിരിച്ച് മ്യൂണിക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ് പതുക്കെ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് ഹോട്ടലിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മ്യൂണിക്കിലേക്ക് ബാക്ക് ടു അവർ ഡെയിലി ലൈഫ്. ഒരു ചൈനീസ് ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അവിടെ ലഞ്ചും ഡിന്നറും ഒക്കെ ചൈനീസ് കുസീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ യൂറോപ്യൻ സ്റ്റൈലിൽ തന്നെയായിരുന്നു. പലതരം ചീസുകളും സലാമിയും ബ്രെഡും ഒക്കെ തന്നെ. നമ്മൾ ഓസ്ട്രിയയിൽ നിന്ന് തിരിച്ച് മ്യൂണിക്കിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ട്. തിരിച്ചിറങ്ങിയപ്പോഴേക്കും നല്ല മഴ. ഏതായാലും കഴിഞ്ഞ 3 ദിവസം നല്ല ക്ലൈമറ്റ് കിട്ടിയത് കൊണ്ട് നമ്മുടെ ട്രിപ്പ് അവതാളത്തിലാക്കിയില്ല. ഇവിടെ നിന്ന് ഇനി ഒരു 2 മണിക്കൂറാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ഡ്രൈവ്. അങ്ങനെ ഞങ്ങൾ ജർമ്മനിയുടെ ബോർഡർ കടന്നു. നിങ്ങൾ പലർക്കും ഓൾറെഡി അറിയാമായിരിക്കുന്നത് പോലെ ജർമ്മനിയിലെ ഓട്ടോബാനുകൾ അഥവാ ഹൈവേയിൽ സ്പീഡ് ലിമിറ്റ് ഇല്ല. എങ്കിലും എല്ലാ റോഡുകളിലും സ്പീഡ് ലിമിറ്റ് ഇല്ല എന്നല്ല കേട്ടോ. ചില സ്ഥലങ്ങളിൽ റോഡിന്റെ അവസ്ഥ അനുസരിച്ചും കൺസ്ട്രക്ഷൻ സൈറ്റുകളിലോ ട്രാഫിക് ഒക്കെ അനുസരിച്ച് സ്പീഡ് ലിമിറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ട്രിപ്പ് തീരുന്നതിൻ്റെ വിഷമം നന്നായിട്ടുണ്ടെങ്കിലും ശരിക്കും മനസ്സിനും ശരീരത്തിനുമൊക്കെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് ഇതുപോലെ ഇടയ്ക്കുള്ള ട്രിപ്പുകൾ. ട്രിപ്പ് തീരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അടുത്ത ട്രിപ്പിന് വേണ്ടിയുള്ള പ്ലാനിങ് ചെയ്തു തുടങ്ങി. മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ഞങ്ങൾ അടുത്ത ട്രിപ്പിനായി കാത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ 3 ഡേ ട്രിപ്പ് സ്വിറ്റ്സർലൻഡ് ഇവിടെ തീരെയാണ്. നമ്മളിപ്പോൾ തിരിച്ച് ജർമ്മനിയിലെത്തി. ഇപ്പോഴും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ട്. അതുകൊണ്ട് നമ്മളൊരു 10:40 ആകുമ്പോഴത്തേക്കും വീട്ടിലെത്തും എന്നാണ്, മ്യൂണിക്കിലെത്തും എന്നാണ് കാണിച്ചിരിക്കുന്നത്.
നമ്മൾ ഈസ്റ്റർ ഹോളിഡേയ്സിന് ഒരു ഫ്രൈഡേ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത് സാറ്റർഡേ സൺഡേ അവിടെ സ്പെൻഡ് ചെയ്തു. ഇന്നിപ്പം മൺഡേ ആണ്. മൺഡേയും ഇവിടെ ഈസ്റ്ററിൻ്റെ ഹോളിഡേ ആണ്. അപ്പം നമ്മൾ നാളെ മുതൽ വീണ്ടും വർക്ക് ചെയ്യാനും നോർമൽ ലൈഫിലേക്കൊക്കെ പോകും. അപ്പോൾ ഇനിയും ഞങ്ങൾ ഇതുപോലെയുള്ള യാത്രകൾ ചെയ്യുമ്പോൾ നിങ്ങളെ കൂടെ കൂട്ടാം. താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക.